പി. മധുസൂദനൻ എഴുതിയ ഭൂമി പാടുന്ന ശീലുകൾ എന്ന പുസ്തകത്തിലെ മനോഹരമായൊരു കവിതയാണ് മണ്ണിൻ്റെ കിനാവുകൾ. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. മണ്ണിൻ്റെ കിനാവുകൾ. പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ, പൂനിലാവു നുകർന്ന പൂത്തുമ്പകൾ, സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ. നമുക്ക് ഈ 4 വരികളുടെ ആശയം പറയാം. പൊന്നിൻ വെയിലിൽ കുരുത്ത മുക്കുറ്റികളാണ്, വെയിലിൻ്റെ കുട്ടികളാണ്, അല്ലെങ്കിൽ വെയിൽ പോലെ സ്വർണ്ണ നിറമുള്ള മുക്കുറ്റിപ്പൂക്കളാണ്. മുക്കുറ്റിപ്പൂക്കൾ മക്കൾ കണ്ടിട്ടില്ലേ? അത് സ്വർണ്ണ നിറമാണല്ലേ. അപ്പോൾ അതിനെ വർണ്ണിച്ചിരിക്കുന്നത് പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ എന്നാണ്. അതുപോലെ നിലാവിനോടാണ് പൂത്തുമ്പകളെ വർണ്ണിച്ചിരിക്കുന്നത്. നോക്കൂ, നിലാവും തുമ്പയും. നിലാവിൻ്റെ നിറമാണ്, അമ്പിളിയുടെ വെളിച്ചമാണ് നിലാവ്, അതിൻ്റെ നിറമാണ് തുമ്പപ്പൂവിന് എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. ജമന്തിപ്പൂക്കളെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ. സന്ധ്യ നെഞ്ചത്തെടുത്ത് ലാളിച്ചതിനാൽ സന്ധ്യയുടെ തന്നെ നിറമാണ് ജമന്തിപ്പൂക്കൾക്ക്, അതിൻ്റെ ഭംഗിയാണ് ജമന്തിപ്പൂക്കൾക്ക്, സന്ധ്യാസമയത്തിൻ്റെ ഭംഗിയാണ് നമ്മുടെ ജമന്തിപ്പൂക്കൾക്ക് എന്നാണ് കവി ജമന്തിപ്പൂക്കളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത വരികൾ നോക്കാം. മക്കളെ, കവിത പല ഈണങ്ങളിൽ ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് ടീച്ചർ അടുത്ത വരികൾ മറ്റൊരു ഈണത്തിലാണ് ചൊല്ലുന്നത് കേട്ടോ. മഞ്ഞ നക്ഷത്രമെന്ന പോൽവേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ, കാറ്റിലേക്കു സുഗന്ധമെല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനി നീർമലരുകൾ. വേലിയിൽ കോളാമ്പിപ്പൂക്കളിങ്ങനെ മഞ്ഞണിഞ്ഞ്, അതായത് മഞ്ഞുതുള്ളികൾ അണിഞ്ഞുകൊണ്ട് മഞ്ഞ നക്ഷത്രം എന്ന പോൽ നിൽക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രാസഭംഗിക്ക് വേണ്ടിയാണ് അദ്ദേഹം അവിടെ മഞ്ഞ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ കാറ്റിലേക്ക് പനിനീർ മലരുകൾ, പനിനീർ പൂക്കൾ, അതായത് റോസാപ്പൂക്കൾ അറിയാലോ, നല്ല ചുവന്ന റോസാപ്പൂക്കൾ നല്ല കാറ്റ് വരുമ്പോൾ സുഗന്ധം എല്ലാവർക്കുമായി നൽകുന്നു എന്നാണ് കവി പറയുന്നത്. അടുത്തത് മറ്റൊരു ഇനത്തിൽ ചൊല്ലാം. രാത്രി പെറ്റ കുരുക്കുത്തി മുല്ലകൾ, രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ, ഭൂമി ചാർത്തിയ കുങ്കുമപ്പൊട്ടുപോൽ തൂമയേറിടും വാടാമലരുകൾ. നമുക്കിനി ഇതിൻ്റെ അർത്ഥം നോക്കാം. രാത്രിക്കുണ്ടായ കുഞ്ഞുങ്ങളാണ് ഈ കുരുക്കുത്തി മുല്ലപ്പൂക്കൾ എന്ന് കവി പറയുന്നു. രാത്രിയുടെ വെണ്മയും ആ അമ്പിളിയുടെ ഭംഗിയുമുള്ള മുല്ലപ്പൂക്കൾ. അതുപോലെ തന്നെ രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ എന്ന് പറഞ്ഞാൽ രാജകിരീടം, ആ കിരീടത്തിൻ്റെ അതേ ആകൃതിയിലാണ് കൃഷ്ണകിരീടം എന്ന പൂവ്. ആ പൂവിൻ്റെ ചെന്താരുകൾ, ചുവന്ന കുഞ്ഞു കുഞ്ഞു പൂക്കൾ, രാജമുദ്രയണിഞ്ഞവരാണെന്നാണ് പറയുന്നത് ആ കുഞ്ഞു പൂക്കൾ. അതുപോലെ ഭൂമി ചാർത്തി കൊടുത്ത കുങ്കുമപ്പൊട്ടുപോൽ നല്ല ഭംഗിയുള്ള വാടാമല്ലിപ്പൂക്കളും അവിടെ നിൽക്കുന്നുണ്ട്, വാടാമലരുകളായി തന്നെ എന്നാണ് പറയുന്നത്. അടുത്ത വരികൾ നോക്കാം. പൂക്കളെത്രയോ പൂക്കളീ ഭൂമി തൻ മക്കളായി പിറക്കുന്നു നിത്യവും, നീലവാനം മിഴികളിലുള്ളവർ, നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ, ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ, ഏതിരുട്ടിലും മന്ദഹസിപ്പവർ, പൂക്കൾ മണ്ണിൻ്റെ യോമൽ കിനാവുകൾ, പൂക്കൾ ജീവൻ്റെ പ്രേമപ്രതീക്ഷകൾ എന്ന് പറഞ്ഞാണ് കവി അവസാനിപ്പിക്കുന്നത്. എന്ത് രസകരമായ വരികളാണിത് അല്ലേ? എന്തൊക്കെയാണ് കവി പറയുന്നത്? കഴിഞ്ഞ വരികളിൽ പൂക്കളുടെ പേരെടുത്ത് പറഞ്ഞ് അതിനെ വർണ്ണിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇനി പൂക്കളെക്കുറിച്ചാണ്, പൂക്കളുടെ സവിശേഷതകളെക്കുറിച്ചാണ് അവസാന വരികളിൽ പറയുന്നത്. പൂക്കൾ ഭൂമിയുടെ തന്നെ മക്കളാണെന്നാണ് കവി പറയുന്നത് എന്നാണ് കവി വർണ്ണിക്കുന്നത്. ദിവസവും ഒരുപാട് പൂക്കൾ മണ്ണിലേക്ക് പിറന്നു വീഴുന്നു. ഭൂമിയിൽ പിറന്നതിന് ശേഷം കണ്ണുകൾ തുറക്കുമ്പോൾ തൊട്ട് പൂക്കൾ ആകാശത്തേക്ക് നോക്കിയാണ് നിൽക്കുന്നത് അല്ലേ? അങ്ങോട്ടാണ് വിടരുന്നത്. അതുകൊണ്ട് തന്നെ അവയിൽ നമുക്ക് ആകാശത്തെ തന്നെ, നീലാകാശത്തെ ദർശിക്കാൻ കഴിയുമെന്നാണ് കവി പറയുന്നത്. ഓരോ വെള്ളത്തുള്ളിയും നീർക്കണങ്ങളും മാല ചാർത്തിക്കൊണ്ട് ആ മാല ധരിച്ച ആ സന്തോഷത്തോടെ പൂക്കളുടെ ആഹ്ലാദം ആ മാല അണിഞ്ഞു നിൽക്കുന്നതാണെന്നാണ് കവി വർണ്ണിക്കുന്നത്. അതുപോലെ തന്നെ എത്ര വലിയ ചൂടാണെങ്കിലും വാടാതെ, ഏതിരുട്ടിലും മന്ദഹസിച്ച്, അതായത് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നവരാണ് പൂക്കൾ. ആ പൂക്കൾ മണ്ണിൻ്റെ സ്വപ്നങ്ങളാണ്, ജീവൻ്റെ
പ്രതീക്ഷകളുമാണ് എന്നാണ് കവി പറയുന്നത്. മക്കൾക്ക് ആശയവും ഈണവും ഇതിൽ നിന്ന് കണ്ടെത്താം. ഓക്കെ.